നൈജീരിയയിൽ ക്രിസ്ത്യൻ സ്കൂളിൽ അതിക്രമിച്ചു കയറിയ സായുധ സംഘം 315 പേരെ തട്ടിക്കൊണ്ടുപോയതായി റിപ്പോർട്ട്. 12 അധ്യാപകരെയും 303 വിദ്യാർത്ഥികളെയുമാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് ക്രിസ്ത്യൻ അസോസിയേഷൻ ഓഫ് നൈജീരിയ അറിയിച്ചു. 4 ദിവസം മുമ്പ് അയൽ സംസ്ഥാനമായ കെബിയിലെ മാഗ ടൗണിൽ സ്കൂളിൽ നിന്ന് 25 മുസ്ലിം പെൺകുട്ടികളെയും അക്രമികൾ തട്ടിക്കൊണ്ടുപോയിരുന്നു. കെ സുഹൈൽ വിവരങ്ങൾ നൽകും. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് സുഹൈൽ, നൈജീരിയയിൽ നിന്ന് നിരന്തരമായി അക്രമത്തിന്റെ വാർത്തകളൊക്കെ വരുന്നു. ഇപ്പോൾ ഇത്രയും അധികം ആളുകളെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് വരുന്നത്. എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ജിൽസി നൌഫൽ, നൈജീരിയയിലെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകൽ അവിടെയുള്ള ഏറ്റവും വലിയൊരു സാമൂഹിക രാഷ്ട്രീയ പ്രശ്നമായി മാറുകയാണ്. ഇപ്പോൾ നൈജർ സംസ്ഥാനത്തെ ഒരു സ്കൂളിൽ നിന്ന്, സെന്റ് മേരീസ് സ്കൂൾ എന്നാണ് ആ സ്കൂളിന്റെ പേര്, ഒരു കാത്തലിക് സ്കൂളാണ്. അവിടെ നിന്നാണ് ഇപ്പോൾ 303 വിദ്യാർത്ഥികളെയും 12 അധ്യാപകരെയും തട്ടിക്കൊണ്ടുപോയിട്ടുള്ളത്. ആരാണ് ഇതിന് പിന്നിൽ എന്നുള്ളത് കൃത്യമായി അറിയില്ല. നിരവധി ബൻഡിറ്റ്സുകൾ എന്നറിയപ്പെടുന്ന കവർച്ചാ സംഘങ്ങൾ നൈജീരിയയിൽ സജീവമാണ്. ബോക്കോ ഹറാം പോലെയുള്ള തീവ്രവാദി സംഘങ്ങളുമുണ്ട്. ആരാണ് ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ എന്നുള്ളത് ഇതുവരെ വ്യക്തമായിട്ടില്ല. 4 ദിവസം മുമ്പാണ് സമാനമായിട്ടുള്ള സംഭവം കെബി സംസ്ഥാനം, ഈ നൈജർ സംസ്ഥാനത്തിന്റെ തൊട്ടടുത്ത സംസ്ഥാനം കൂടിയാണ് കെബി. കെബിയിലെ മാഗ ടൗണിൽ നിന്ന് ഒരു സ്കൂളിൽ നിന്ന് 25 സ്കൂൾ കുട്ടികളെ, പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായത്. ആ സ്കൂളിലേക്ക് അതിക്രമിച്ച് കയറി അവിടെയുള്ള വൈസ് പ്രിൻസിപ്പാളെ കൊലപ്പെടുത്തിയ ശേഷമാണ് 25 പെൺകുട്ടികളെ കൊണ്ടുപോയത്. ഈ 25 പെൺകുട്ടികളും കൊല്ലപ്പെട്ട വൈസ് പ്രിൻസിപ്പാൾ മുസ്ലിമാണ്. അപ്പോൾ ഇതിന് മതമോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള വേർതിരിവോ ഇല്ല. പലതരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ തട്ടിക്കൊണ്ടുപോകൽ നടക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഈ സംഭവ വികാസങ്ങളെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് വലിയ ഒരു പ്രചാരണം തീവ്ര വലതുപക്ഷ സംഘങ്ങൾ ലോകത്താകെ നടത്തുന്നുണ്ട്. അത് ഒരു ക്രിസ്ത്യൻ ജനസൈഡ് അത് നൈജീരിയയിൽ നടക്കുന്നു, അതിനെതിരെ പലരും മിണ്ടാതിരിക്കുന്നു എന്നുള്ള തരത്തിലാണ് പ്രചാരണം നയിക്കുന്നത്. അതിന് നേതൃത്വം നൽകുന്നത് സാക്ഷാൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ് എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ കാര്യം. ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നൈജീരിയയെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഏകപക്ഷീയമായി അവിടെ ക്രിസ്ത്യൻ ജനസൈഡാണ് നടക്കുന്നത്. അത് സർക്കാർ നിർത്തിവെച്ചിട്ടില്ല എങ്കിൽ, അതിൽ ഇടപെട്ടിട്ടില്ല എങ്കിൽ US-ന്റെ ധനസഹായം നൈജീരിയക്ക് നിഷേധിക്കുമെന്ന് പറയുന്നു. ട്രൂത്ത് സോഷ്യൽ നിരന്തരമായി നൈജീരിയക്കെതിരെ അവിടെ ക്രിസ്ത്യൻ ജനസൈഡാണ് നടക്കുന്നത്, ക്രിസ്ത്യൻ വംശഹത്യയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഇടപെടണം, ഇല്ല എങ്കിൽ US സൈന്യത്തെ അയക്കും എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുകയാണ്. പക്ഷേ ആഫ്രിക്കൻ യൂണിയൻ അടക്കമുള്ള സംഘങ്ങൾ ഇതിനെതിരെ ശക്തമായി രംഗത്ത് വന്നു. ട്രംപിന്റെ ഈ ആരോപണം അസത്യമാണ്. കാരണം ഇവിടെ നടക്കുന്നത് ക്രിസ്ത്യൻ ജനസൈഡ് അല്ല, മറിച്ച് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും അവിടെ കൊല്ലപ്പെടുന്നുണ്ട്, ഇരകളാകുന്നുണ്ട് എന്ന് കണക്ക് നിരത്തി തന്നെ ആഫ്രിക്കൻ യൂണിയൻ പറയുകയാണ്. 3600-ലധികം തട്ടിക്കൊണ്ടുപോകൽ, കിഡ്നാപ്പ് സംഭവങ്ങളാണ് കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടയിൽ നൈജീരിയയിൽ ഉണ്ടായത്. അതിൽ പല വിഭാഗത്തിൽ, എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുമുണ്ട്. ക്രിസ്ത്യൻ ജനവിഭാഗത്തിൽപ്പെട്ട ആളുകളും മുസ്ലിം ജനവിഭാഗത്തിൽപ്പെട്ട ആളുകളും തുല്യമായി തന്നെയാണ് ഇതിനിരയാകുന്നത് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും വടക്കൻ നൈജീരിയയിലാണ് ഇത് സംഭവിക്കുന്നത്. അവിടെയുള്ള ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, അതേപോലെ തന്നെ സർക്കാരിന്റെ അനാസ്ഥ പോലെയുള്ള കാര്യങ്ങളാണ് ഇതിന്റെ എല്ലാം അടിസ്ഥാനമായി നിൽക്കുന്നത്. ഇപ്പോൾ ഏതായിരുന്നാലും നൈജറിലെ ഈ സംഭവം കൂടി വരുന്നതോടുകൂടി വൻതോതിൽ വലിയ ഒരു ലോക ശ്രദ്ധ തന്നെ അവിടേക്ക് കിട്ടുകയാണ്.